രൂപയാണ് ഇത്രയും സാധനം ഈ വിളവ് കിട്ടിയത്. ഈ ₹1 പ്രയോഗം എന്താണെന്നുള്ളത് ഇപ്പൊ ഈ ഒരു തെങ്ങ് കണ്ടോ, ഈ തെങ്ങ് വളരെ മോശമാണ്. നമുക്ക് ഒരു കുഴി എടുത്തിട്ട് നല്ലൊരു വേര് നമുക്ക് നോക്കാം. ഇത് ചെയ്യേണ്ടത് ഇതുപോലൊരു കുഴി ഉണ്ടാക്കുക. ഇത് വേണമെങ്കിൽ നമുക്ക് കഴിച്ചു കാണിക്കാം. കാട്ടുപന്നി വരില്ല, കുരങ്ങിന്റെ ശല്യമില്ല, എലി ശല്യമില്ല, അണ്ണാൻ ശല്യമില്ല. ചെമ്പഞ്ചെല്ലിയും കൊമ്പഞ്ചെല്ലിയും ഒന്നും വന്ന് ഇതിന്റെ മണ്ട മറിഞ്ഞ് കൂമ്പളിഞ്ഞ് പോകത്തില്ല. ഇത് ഏത് ലാബിലും നിങ്ങൾക്ക് ഇതുവഴി ഉണ്ടാകുന്ന ഉൽപ്പന്നത്തെ കൊണ്ട് പരിശോധിക്കാം. കോയമ്പത്തൂര് ഒരു വാഴത്തോട്ടമാണ്. നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതൊക്കെ ഒന്ന് കാണാം. സാധാരണ ഈ ഒരു ഹോമിയോ ഗുളിക 3-4 ഇട്ടാല് ഇത്രയും വിളവ് കിട്ടുമെന്ന് പറയുന്നതിനകത്ത് എന്താ അതിന്റെ കാരണം? സന്തോഷേട്ടാ നമസ്കാരം. ഹായ് നമസ്കാരം. നമ്മൾ എവിടെയാണ്? നമ്മൾ കോയമ്പത്തൂരാണ്. ഒരു കൊല കരിക്കാണ്. ഏകദേശം ഈ ഒരു കൊലയിലൊക്കെ എന്ന് പറയുമ്പോൾ ഒരു 30-40 കരിക്കൊക്കെ ഉണ്ടാവും ഒറ്റ കൊലയിൽ. ₹1 മതി. അതിന്റെ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. എന്തായാലും ഞാൻ പിടിച്ചു വെക്കാം. ഇറങ്ങി കേട്ടോ, ധൈര്യമായിട്ട് ഇറങ്ങിയോ. പോട്ടെ പോട്ടെ. ഇത് 2 പേര് പിടിച്ചാലൊന്നും ഒന്നും ആവത്തില്ല കേട്ടോ. നമ്മൾ കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ വന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിലെല്ലാം തെങ്ങുകളൊക്കെ വളരെ മോശമാവാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ഒരു കരിക്കിന് വേണ്ടി നമ്മൾ കടകളിൽ പോയിട്ട് 50 രൂപയ്ക്കാണ് മേടിക്കുന്നത്. 50 രൂപ. അപ്പം അതിനൊരു പരിഹാരം കാണാനായിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. ഏകദേശം ഒരു 68 കരിക്കുണ്ട് ഈ 2 കൊലയിൽ. 68 കരിക്ക് എണ്ണി നോക്കായത്. അപ്പോൾ ഇതിനകത്ത് 1-2 തറ അല്ലാതെ വീഴുകയും ചെയ്ത് കെട്ടി ഇറക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഈ ഇത് ഉണ്ടായതെന്ന് പറഞ്ഞാൽ ₹1 ഈ ₹1 രൂപക്കാണ് ഇത്രയും സാധനം ഈ വിളവ് കിട്ടിയത്. ₹1 എങ്ങനെ ഇങ്ങനെ ഉണ്ടാവുന്നു? തെങ്ങിന്റെ വേരിലേ ഈ ₹1 മുടക്കിയുള്ള ഒരു സാധനം കെട്ടിയാൽ ഇതേപോലെ വിളവുണ്ടാവും. എന്താണ് അടുത്ത പരിപാടി? നമുക്കൊന്ന് വെട്ടിക്കുടിക്കാം. അത് തന്നെ. നമുക്കൊന്ന് കുടിച്ചു നോക്കാം. നല്ല മധുരമാണ്. ഓർഗാനിക്കായിട്ട് ചെയ്യുന്നോണ്ടാണ് ഇതിന്റെ ഗുണം. അതിന്റെ ഉത്ഭാവം ഒന്ന് കാണാമല്ലോ. അതെ പൊട്ടിച്ചിട്ടുണ്ട്. ഒന്ന് ഉള്ളു കാണിച്ചേട്ടാ. ഓക്കെ, നല്ല പക്ക. അത്യാവശ്യം നല്ല മധുരമുള്ള വെള്ളവും കഴിക്കാൻ പറ്റുന്ന ഒരു പരുവമാണ്. അതെ അതെ. നമ്മുടെ കേരളത്തിലേക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ വരുന്നത് ഇവിടുന്നൊക്കെയാണ്. അപ്പം നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഇതേപോലുള്ള വെള്ളം ഉണ്ടായിക്കൂടാ? തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ പരിശ്രമത്തിലാണ് കഴിഞ്ഞ 10 വർഷമായിട്ട്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ശരിക്കും ഏറ്റവും കൂടുതൽ കരിക്കിന് അവിടെ പ്രോബ്ലം വന്നത് മണ്ടരിയും അങ്ങനെയുള്ള ചെമ്പഞ്ചെല്ലി കൊമ്പഞ്ചെല്ലിയും ഒക്കെ ആയിരുന്നു. ഇവിടെ ഇവർക്ക് ഏറ്റവും കൂടുതൽ, ഞാനൊരു 6 മാസം മുമ്പ് ഇവിടെ വരുമ്പോൾ പ്രശ്നം വന്നത് ഇവിടുത്തെ എലിയാണ്. ഈ ഉണ്ടാകുന്ന കരിക്കിൽ ഒരു ചെറിയ മച്ചിങ്ങ പോലും പിടിക്കാതെ എലി മൊത്തം തെങ്ങും തോട്ടം നിറയെ മച്ചിങ്ങ പൊഴിഞ്ഞു കിടക്കുക. ഇതിന് ഒരെണ്ണം പോലും ഇല്ലായിരുന്നു. അപ്പോൾ അതിനാണ് ഞാൻ വെറും ഒരു തെങ്ങിന് ₹1 മാത്രമേ ചിലവ് വരുള്ളൂ, നിങ്ങളിത് പരീക്ഷിച്ച് നോക്കാൻ പറഞ്ഞ് കൊടുത്തത്. അതാണ് ഇന്ന് ഇവർ വലിയ സന്തോഷമായിട്ട് ഇവർക്കിപ്പോൾ എല്ലാ തെങ്ങിലും നിറയെ തേങ്ങ വാങ്ങുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷം. അപ്പം എങ്ങനെ ഇത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് കരിക്കുണ്ടാവുന്നു എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാം. നമ്മൾ ഈ ₹1 പ്രയോഗം എന്താണെന്നുള്ളത് ഇപ്പൊ ഈ ഒരു തെങ്ങ് കണ്ടോ, ഈ തെങ്ങ് വളരെ മോശമാണ്. അവസ്ഥ വളരെ മോശമാണ്. ഇത് ഈ ഒരു അവസ്ഥയുള്ള തെങ്ങിനെ എങ്ങനെ നമുക്ക് നല്ല മുമ്പേ ആ കെട്ടി ഇറക്കിയതുപോലുള്ള തെങ്ങാക്കി എടുക്കാനുള്ള ₹1 കൊണ്ട് ആ പ്രയോഗം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാം. നമുക്ക് ഒരു കുഴി എടുത്തിട്ട് ഇതിന്റെ വേരിൽ ഇതൊന്ന് വെച്ച് കെട്ടുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് ഇവിടെ ഇങ്ങനെ ഇച്ചിരി തെങ്ങിന്റെ വേരെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം വരെ പോകുന്നതാണ്. നല്ലൊരു വേര് നമുക്ക് നോക്കാം. സാറേ, നമ്മുടെ വേരൊക്കെ താണ്ടേ ക്ലിയർ ആയിട്ട് മാന്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകേണ്ട, ഇനി ഇവിടെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്യണം. ഇവിടെ കട്ട് ചെയ്യണം. ഞാൻ ഒന്ന് കട്ട് ചെയ്യട്ടെ. അത്ര മതി. ഓക്കെ, കട്ട് ചെയ്തു. ഇനി നമ്മൾ ഈ ഹോമിയോ അഗ്രോ കെയർ 1 ലിറ്റർ വെള്ളത്തിൽ 50 ഗ്ലോബ്യൂൾസ് ഇടണം. 1 ലിറ്റർ വെള്ളത്തിൽ 50 ഗുളിക ഇതിനകത്ത് ഇടണം. ഞാൻ 50 എണ്ണം ഒന്ന് എണ്ണിക്കോട്ടെ. ഇത് 50 എണ്ണം ഉണ്ട്. ഇത് വെള്ളത്തിലേക്ക് ദേ ഇങ്ങനെ ഇടുന്നു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് 250 ml മതി ഈ ഒരു തെങ്ങിന്. 4 തെങ്ങിനുള്ള സംഗതി ഉണ്ട്. ഇത് 4 തെങ്ങിനുണ്ട് ഈ 50 ഗുളിക. അതെ അതെ. ആണല്ലേ. ഇത് ചെയ്യേണ്ടത് ഇതുപോലൊരു കുഴി ഉണ്ടാക്കുക. എന്നിട്ട് ഇത്രയും വേര് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതൊരു പ്ലാസ്റ്റിക് കവർ എടുക്കണം. നോക്കണം, ഇത്രയും ഒരു കുഴി ഉണ്ടാക്കണം. എന്നിട്ട് പ്ലാസ്റ്റിക് കവർ എടുത്ത് ഇങ്ങനെ ഒന്ന് വെക്കണം. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ ഈ കലക്കിയത് എന്നിട്ട് ഇതിങ്ങനെ താത്തങ്ങോട്ട് വെച്ചിട്ട് വേര് ഇതിലിങ്ങനെ മുങ്ങിയിരിക്കണം. എന്നിട്ട് ഇതിങ്ങനെ കെട്ടണം. ഈ പ്ലാസ്റ്റിക് കെട്ടിയതിന് ശേഷം മണ്ണ് ഇങ്ങനെ ചേർത്തങ്ങ് വെക്കുക. സാറേ, അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു. ഇനി ഇതിനകത്ത് കായ് നല്ല വൃത്തിയായിട്ടുണ്ടാവില്ലയോ? അല്ല, ഇനി ഇതിനകത്ത് ശരിക്കും നിറയെ കായ ഉണ്ടാവുമെന്ന് മാത്രമല്ല, ആ കാ പോവാതിരിക്കും. എലി കളയത്തില്ല, അണ്ണാൻ കളയത്തില്ല,
കുരങ്ങ് വന്ന് കളയത്തില്ല. അതുപോലെ തന്നെ ചെമ്പഞ്ചെല്ലിയും കൊമ്പഞ്ചെല്ലിയും ഒന്നും വന്ന് ഇതിൻ്റെ മണ്ട മറിഞ്ഞ് കൂമ്പെളിഞ്ഞ് പോകത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തെങ്ങ് കൃഷിയെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ സഹായിയാണ് ഈ ഹോമിയോ അഗ്രോ കെയർ. സാറേ ഇത് എത്ര തവണ ചെയ്യണം? ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്ക് ഇല്ലാത്ത തെങ്ങാണെങ്കിൽ വർഷത്തിൽ ഇത് ഒരൊറ്റ തവണ ചെയ്താൽ മതി. ഓൾറെഡി ചെല്ലിയൊക്കെ വന്ന് കൂടിയിട്ടുള്ളതാണെങ്കിൽ ഇത് കഴിയുമ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ കൂമ്പിൽ നമ്മളൊരു 40 ദിവസം കഴിഞ്ഞ് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്. വലിയ തെങ്ങുകളാണ്, അവിടെ കയറാൻ ബുദ്ധിമുട്ടുള്ള തെങ്ങുകളാണെങ്കിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താലും നല്ലതാണ്. കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് വന്ന ചെല്ലി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂമ്പിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്ന. നമ്മുടെ മാത്രമല്ല ഈ കൃഷിയെ പരീക്ഷിച്ചവരുടെ ആ ഒരു അനുഭവം കൂടെ നമുക്കൊന്ന് അറിഞ്ഞാലോ. ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ള അണ്ണനാണ്. அண்ணா எங்கனுண்டு நம்மட ഈ ப்ராடக்ட் இவட உபயோகிச்சிட்டு? நான் தமிழ்ல தான் பேசுறேன். தமிழ்ல தான പറഞ്ഞു. எனக்கு ரொம்ப பிரச்சனை இருந்ததுங்க. வண்டு அப்புறம் எலி இந்த தொந்தரவெல்லாம் இருந்தது. இதை பயன்படுத்தும் போது யானை பனியெல்லாம் வராதுன்னு சொன்னாங்க. நான் அந்த லெவலுக்கு போகல. எனக்கு தலைக்கு மேலே இருக்கிற பிரச்சனையை பார்க்குறதுக்கு தான் சரியாக இருக்குது. அதனால் நான் என்ன பண்ணேன், இதை யூஸ் பண்ணேன். எனக்கு நல்ல ரிசல்ட் இருக்குது. இதை பயன்படுத்துறதுக்கு முன்னாடி இருந்த மரம் பார்த்தீங்கன்னா ரொம்ப சிக் பேஷண்ட்டாக இருந்தது. பயன்படுத்துனதுக்கு அப்புறம் அது செழிப்பாக இருக்குது. டெய்லி வந்து அந்த மரத்தை பார்க்கறதுலேயே எனக்கு ഒരു സന്തോഷം. തീർച്ചയായിട്ടും അതാണ് വേണ്ടത്. കാരണം ഒരു 6 മാസം ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പുള്ള ഒരു തോട്ടമല്ല ഇന്ന് ഉപയോഗിച്ച് കഴിഞ്ഞപ്പം. ചേട്ടാ നമ്മളിത് എവിടെയാണ്? നമ്മളിപ്പം കോയമ്പത്തൂർ ഒരു വാഴത്തോട്ടമാണ്. ഈ വാഴത്തോട്ടത്തിന് നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊരു ചെറിയ തോട്ടമല്ല, ഏക്കർ കണക്കിനാണ്. ഈ കൊലയൊക്കെ കണ്ടോ? ഈ കൊല ഒരു രക്ഷയില്ല. ഇതേപോലെ എല്ലാം എത്ര 100 കണക്കിന് വാഴയാണ്. 100 കണക്കിന് വാഴ. ഇതെല്ലാത്തിലും ആ വലിപ്പം കണ്ടോ? ഇവിടെ ഒരെണ്ണം പഴുത്ത് നിൽക്കുന്നത്. ഈ സൈഡിൽ ഒരെണ്ണം പഴുത്ത് നിൽപ്പുണ്ട്. പഴുക്കാറായല്ലേ? കണ്ടോ? ഇത് പഴുക്കാറായി. ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. ഒരു കൊല കണ്ടാൽ വിചാരിക്കും അടുത്ത കൊലയാണ് ഏറ്റവും വലുതും. അത് അടുത്ത കണ്ട അങ്ങനെ നിൽക്കുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ശരിക്കും കേരളത്തിൽ ഈ ഒരു തിയറി പഠിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള രീതി ചെയ്തു കഴിഞ്ഞാൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഒത്തിരി പൈസ ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് ആ അദ്ദേഹത്തിനോട് ചോദിച്ചു നോക്കാം. നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ഈ അണ്ണനോട് നമുക്ക് ചോദിക്കാം, എങ്ങനെയുണ്ട് നമ്മുടെ പ്രോഡക്റ്റ്? நல்லா இருக்குங்க, நல்லா யூஸ் பண்ணியிருக்கோம். வாழைக்கால் 6 மாசமா யூஸ் பண்ணிட்டு இருக்கேன். இப்போ நிலக்கடலை கூட இப்போ 2 மாசமா അതേ യൂസ് பண்ணிட்டு. നിലക്കടലയ്ക്കും എല്ലാം ഇപ്പം വാഴയും തെങ്ങും മാത്രമല്ല നിലക്കടലയ്ക്കും ഒക്കെ ഇവർ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ പച്ചക്കറി എല്ലാം ഉപയോഗിക്കാറുണ്ട്. എല്ലാം ഉപയോഗിக்கிறோம். ഞങ്ങൾ വാഴയൊക്കെ കണ്ട് ഒരു രക്ഷയില്ല. വാഴയൊക്കെ വളരെ സൂപ്പർ. நல்லா இருக்கு, நல்ல ரிசல்ட். நான் நிறைய பேர் தோட்டத்தை கூட்டு வந்து காட்டியிருக்கேன். இந்த மாதிரி பயன்படுத்தினா இந்த மாதிரி ஈல்டு வரும்னு சொல்லி காட்டியிருக்கேன். இதே மாதிரி இங்க 2 மாசமா ഇത് യൂസ് பண்ணிட்டு இருக்கிறோம். നമുക്കിപ്പോൾ എല്ലാവരും വളം ഇറക്കുമ്പോഴും പല കാര്യങ്ങളും പറയാറുണ്ട്. ഇതിനകത്ത് കെമിക്കൽ ഇല്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് കെമിക്കൽ ഇല്ലെന്നുള്ളത് എങ്ങനെ നമ്മൾ തെളിയിക്കും? അല്ല, കെമിക്കൽ ഇല്ലെന്നുള്ളത് ഇത് സാധാരണ നമ്മൾ മനുഷ്യൻ കഴിക്കുന്ന ഹോമിയോയുടെ സിസ്റ്റത്തിൽ തന്നെ ഇതിന് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ സമയത്ത് പ്രത്യേകിച്ചും നമ്മൾ സങ്കടത്തോടെ ഓർക്കുന്നൊരു കാര്യം, ഇത് 35 വർഷമായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടെത്തിയൊരു മഹാവ്യക്തിത്വമുണ്ട്, ഡോക്ടർ അബ്ദുൽ ലത്തീഫ്. അദ്ദേഹം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ആയിട്ടും കൂടി ഇതിൻ്റെ പരീക്ഷണം തുടർന്നു. 2 മാസം മുമ്പാണ് അദ്ദേഹം നമ്മളെ വിട്ടു പിരിഞ്ഞത്. അപ്പോൾ അദ്ദേഹമാണ് ഈ കഴിഞ്ഞ 35 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതം മൊത്തവും ഈ പ്രകൃതിയെ എങ്ങനെ രക്ഷപ്പെടുത്താം. ഇതിനകത്ത് ശരിക്കും ഈ തെങ്ങിനെ രക്ഷപ്പെടുത്തുക എന്നതിനേക്കാൾ ഉപരി മറ്റൊരു സംഗതിയുണ്ട്. നമ്മുടെ ഈ തെങ്ങ് ഉൾപ്പെടെയുള്ള എല്ലാ സസ്യജാലങ്ങളും മണ്ണിലുള്ള ഹെവി മെറ്റൽസിനെ വലിച്ചെടുക്കും. മണ്ണിലുള്ള ഹെവി മെറ്റൽസിനെ വലിച്ചെടുക്കുന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഈ ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾ ഉണ്ടാകുന്നതിന് ഇത്രമാത്രം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഹോമിയോ അദ്ദേഹം കണ്ടെത്തിയതിൻ്റെ നമ്പർ 1 ഗുണം കിട്ടുന്നത്, ഇത് ഏത് ലാബിലും നിങ്ങൾക്ക് ഇതുവഴി ഉണ്ടാകുന്ന ഉൽപ്പന്നത്തെ കൊണ്ട് പരിശോധിക്കാം. അത് ഹെവി മെറ്റൽസ് ഫ്രീ ആയിരിക്കും. ഹെവി മെറ്റൽസ് ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിഷമില്ലാത്ത ഭക്ഷണം, വെറും വിഷമില്ലാത്തതല്ല, ഹെവി മെറ്റൽസ് ഇല്ലാത്ത ഭക്ഷണം കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആഴ്സനിക് അരിയും എല്ലാത്തിനകത്തും മെർക്കുറിയും അലൂമിനിയം ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഇല്ലാത്ത ഒരു വിഷമില്ലാത്ത ഭക്ഷണവും ഹെവി മെറ്റൽസ് ഇല്ലാത്ത ഭക്ഷണവും കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ആ ഡോക്ടർ നമുക്ക് തന്ന ഏറ്റവും വലിയ ഗുണം. ഇപ്പം തെങ്ങ് മാത്രമല്ലാതെ നമുക്ക് അത്യാവശ്യം ചീര, ചേമ്പ്, അതുപോലെ തന്നെ നമ്മുടെ വാഴ, ഒരുമാതിരിപ്പെട്ട എല്ലാം, പാവല്, എല്ലാ കാര്യത്തിനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. റിസൾട്ട് നന്നായിട്ടുണ്ട്. അപ്പോൾ സാറേ ഇതിനകത്ത് എത്ര മരുന്നുകൾ ചേരുന്നുണ്ട്? ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 40 തരത്തിലുള്ള ഹോമിയോ മരുന്നിൻ്റെ കോമ്പിനേഷനാണ് ഈ ഒരു പ്രോഡക്റ്റിനകത്ത് വരുന്നത്. 40 വെറൈറ്റി മരുന്നുകളാണ്. ഞാൻ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, നമ്മളുടെ ഫാക്ടറിയിൽ വരികയാണെങ്കിൽ ഞാൻ അതെടുത്ത് കാണിച്ചു തരാം. തീർച്ചയായിട്ടും നമുക്ക് ഒന്ന് പോയി കാണുകയും ചെയ്യാം.
അതിന്റെ വിശേഷങ്ങൾ നമുക്ക് അവിടെ തന്നെ ആ ഒരു വീഡിയോ തന്നെ കാണിച്ചു തരാം. ഇത് എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ ആളുകൾക്ക് എപ്പോഴും വലിയൊരു അത്ഭുതമുള്ളൊരു കാര്യമായിരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഈ 1 രൂപയുടെ ഒരു ഹോമിയോ മരുന്ന് കൊടുക്കുമ്പോൾ ചെമ്പഞ്ചല്ലി പോകുന്നത്, അല്ലെങ്കിൽ അത് ചത്തുപോകുമോ എന്നൊക്കെ. അപ്പോൾ പക്ഷേ ഇതിനകത്ത് ഈ ഡോക്ടർ നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ ഹോമിയോ മരുന്ന് എപ്പോഴും മനുഷ്യൻ കഴിച്ചാലും നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടുക ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സസ്യത്തിന് ഈ ഹോമിയോ മരുന്ന് കിട്ടുമ്പോൾ സസ്യം ഒരു അല്ലിലോ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ കെമിക്കൽസ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് മനുഷ്യനൊന്നും ദോഷമുള്ളതല്ല. പക്ഷേ ഈ പെസ്റ്റിൻ്റെ ടേസ്റ്റുമായിട്ട് ഇത് ചേരത്തില്ല. അപ്പോൾ ഈ വണ്ടാണെങ്കിലും ശരി, കൊമ്പഞ്ചല്ലി ആണെങ്കിലും ശരി, ചെമ്പഞ്ചല്ലി ആണെങ്കിലും ഇതൊക്കെ ഇവിടെ നിന്ന് വിട്ടുപോകും. ശരിക്കും ഈ തോട്ടത്തിൽ തന്നെ നമ്മൾ വരാൻ കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞിരുന്നു എലികളാണ് ശല്യം ചെയ്തിട്ട് എത്ര തേങ്ങ ഉണ്ടായാലും ഈ എലി കളയാണ്. അപ്പോൾ ഈ ഹോമിയോ മരുന്നിൻ്റെ പ്രത്യേകത എലി മാത്രമല്ല, നിങ്ങൾക്ക് എവിടെയും പരീക്ഷിക്കാം. വയനാട്ടിലൊക്കെയുള്ള ആളുകളോട് ചോദിക്കാം. ശരിക്കും ഇത് ആ തളിക്കുന്ന സ്ഥലങ്ങളിൽ കാട്ടുപന്നി വരില്ല, കുരങ്ങിൻ്റെ ശല്യമില്ല, എലി ശല്യമില്ല, ഇത് വെറുതെ അണ്ണാൻ ശല്യമില്ല, ആന പോലും വരില്ല. അത്രമാത്രം ഒരു അത്ഭുതമാണ് ഈ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് നമ്മുടെ ലോകത്തിന് തന്നേക്കുന്നത്. ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് സാറേ. ഇത് ആന പോലും വരത്തില്ലെന്നല്ലേ പറയുന്നേ? അപ്പോൾ ശരിക്കും ഇതിനകത്ത് കെമിക്കൽ ഇല്ലാതിരിക്കുമോ? ഇതിനകത്ത് യാതൊരു കെമിക്കലും ഇല്ല. ഒരു ഹോമിയോ മരുന്നിനകത്തുള്ള സംഗതി മാത്രമേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ നമുക്ക് കഴിച്ചു കാണിക്കാം. നമ്മൾ വളരെ കൃത്യമായിട്ട് പറയാറുണ്ട് കർഷകരുടെ അടുത്ത്, നമ്മളൊരു സസ്യത്തിന് വേണ്ട രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വീട്ടിലുള്ള ആർക്കെങ്കിലും പനി വന്നു കഴിഞ്ഞാൽ ഇതെടുത്ത് കഴിക്കരുത്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇത് കണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ ഇത് കഴിക്കരുത്. പക്ഷേ ഇതിനകത്ത് വിഷമില്ലെന്നുള്ള